ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ടൊരു ഈസി റെസിപ്പിയാണ്. അത് നമ്മൾ ബ്രെഡെല്ലാം ഇതേപോലെ ക്യൂബ് പോലെ അരിഞ്ഞ് വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു 2 ഉള്ളിയും ഒരു കിഴങ്ങും എടുക്കണം. എന്നിട്ട് നമ്മൾ അത് 2 ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞ് കുക്കറിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് മുളക്, കുറച്ച് മല്ലി, കുറച്ച് മഞ്ഞൾ, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടണം. ചിക്കൻ മസാല നമുക്ക് ചിക്കന് മണം കിട്ടാനാണ്, ജസ്റ്റ് ഫോർ ദ ടേസ്റ്റ്. ഉപ്പ്. അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് തക്കാളിയും കൂടെ ഇടണം. തക്കാളിയുടെ ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ടയെല്ലാം പൊട്ടിച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്ര എടുക്കാം. 3 മുട്ട എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളത് നല്ലോണം ചിക്കി എടുക്കണം. തോന മുട്ട എടുത്താൽ തോന കാണും, കുറച്ച് മുട്ട എടുത്താൽ കുറച്ച് കാണും. അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം പൊട്ടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഉപ്പിന് കുറച്ച് പിഞ്ച് നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കുക. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ബ്രെഡെല്ലാം കൂടി നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെച്ച് എല്ലാം കൂടി തട്ടിയിട്ടിട്ട് ചെറുതായി ഇളക്കി കൊടുക്കുക. നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കുക്കർ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരിവായി കാണും. പിന്നെ അതെടുത്ത് നമ്മൾ ആ പാത്രത്തിലോട്ട് തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി എടുത്ത് മിക്സാക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച മുട്ടയും കൂടി എടുത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം റെഡിയായി. ഇനി നമ്മൾ കുറച്ച് ഡെക്കറേഷൻ വേണ്ടിയിട്ട് കുറച്ച് ഏത്തക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഏത്തക്ക പ്രോട്ടീനാണ്. അപ്പോൾ ഓക്കെ, ബൈ.